പറയുന്നത്. ഭരണപക്ഷത്തിരുന്നപ്പോൾ ഏറ്റവും കൂടുതൽ ആരോഗ്യ മേഖല ഉയർത്തിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് ഇടതുമുന്നണി ഭരിച്ചത് കഴിഞ്ഞ 10 വർഷക്കാലം. അത് കേരളം ലോകത്തിന് മാതൃക എന്ന രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയത്. അപ്പോൾ ഈ മെയ് 18-ന് അധികാരമേറ്റ വി ഡി സതീശൻ സർക്കാർ 2 മാസം പോലും ആകുന്നില്ല. പക്ഷേ നിങ്ങൾ ഭരിച്ച 10 വർഷക്കാലം ആരോഗ്യ മേഖലയ്ക്കുണ്ടായ ഉണർവിനെക്കുറിച്ച് സംസാരിച്ചിരുന്ന നിങ്ങൾ പെട്ടെന്ന് തന്നെ ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് എങ്ങനെയാണ് സംസാരിക്കാൻ കഴിയുക? ശ്രീ ലിജു. നോക്കൂ, ഇവിടെ സിസ്റ്റത്തിൻ്റെ കുഴപ്പമാണ് എന്നാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ പ്രതിനിധി പറഞ്ഞത്. എനിക്കിവിടെ സൂചിപ്പിക്കാനായിട്ടുള്ളത്, ഈ സിസ്റ്റം വെച്ചുകൊണ്ടാണ് കേരളത്തിനകത്തെ ഏറ്റവും വലിയ ദുരന്തങ്ങൾ കടന്നു വന്നപ്പോഴും അതിനെല്ലാം നേരിട്ടിട്ടുള്ളത്. നിങ്ങൾ നോക്കൂ, കോവിഡ് വന്നപ്പോൾ, നിപ വന്നപ്പോൾ തുടങ്ങി ഇത്തരം വൈറസുകൾ നമ്മുടെ കേരളത്തെ വിഴുങ്ങുന്നതിനുൾപ്പെടെ എത്തിച്ചേരുമ്പോൾ ഇതിനെല്ലാം തടഞ്ഞു നിർത്തിയതും നേരിട്ടതും ഈ പറഞ്ഞ സിസ്റ്റത്തെ വെച്ചുകൊണ്ടാണ്. ഇവിടെ ഈ പറഞ്ഞതുപോലെ സിസ്റ്റം നേരെയാകുന്നതോടൊപ്പം തന്നെ ആ സിസ്റ്റത്തെ നിലയ്ക്ക് നിർത്തി കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം ഭരണാധികാരികൾക്കാണ്. അത് നടന്നതുകൊണ്ടാണല്ലോ കേരളത്തിനകത്തെ നീതി ആയോഗിൻ്റെ കണക്ക് പ്രകാരം പോലും കേരളം ഈ രാജ്യത്തിന് തന്നെ മാതൃകയായ ആരോഗ്യ മേഖല ആക്കിയെടുത്തത്. അത് വെറുതെ വന്നതല്ലല്ലോ, ഈ കേരളം ആർജിച്ചെടുത്തതാണല്ലോ. ഈ 10 വർഷത്തിനിടയിൽ നിങ്ങൾ നോക്കൂ, കേരളത്തിനകത്തെ ആശുപത്രികളുടെ വ്യത്യാസം നിങ്ങൾ നോക്കൂ. കേരളം എന്തവസ്ഥയായിരുന്നു? പാരസെറ്റമോളിൽ മാത്രം ഒതുങ്ങിയിരുന്ന ആശുപത്രികളായിരുന്നു 2016 മുമ്പ്. അതിനുശേഷം വന്ന ഇടതുപക്ഷത്തിൻ്റെ ഗവൺമെൻറ് നിങ്ങൾ നോക്കൂ, നമ്മുടെ തൊട്ടടുത്തുള്ള CHSI ആശുപത്രികളെപ്പോലും 3ഉം 4ഉം നിലയുള്ള കെട്ടിടങ്ങളായി ഉയർത്തുകയും അതോടൊപ്പം തന്നെ പുതിയ ആധുനിക സംവിധാനങ്ങൾ കൊണ്ടുവരികയും ഇന്നിപ്പോൾ ഒരു CHSIയിൽ പോലെ പോലും നമുക്ക് ECG എടുക്കാനുള്ള സൗകര്യമുണ്ട്. എല്ലാ മരുന്നുകളും ലഭിക്കുന്ന നിലയിലേക്ക് കേരളത്തെ കൊണ്ടെത്തിച്ച് ഇടതുപക്ഷത്തിൻ്റെ 10 വർഷക്കാലത്തെ ഇടപെടലാണ്. പിന്നെ ഇവർ പറയുമ്പോൾ, ഇവർ ശൈശവം എന്നൊക്കെ പറയുമ്പോൾ തന്നെ എനിക്ക് ചൂണ്ടിക്കാണിക്കും, എന്തുകൊണ്ട് ഈ കുറച്ച് ദിവസം മാത്രം വരുമ്പോൾ ഇങ്ങനൊരു അപകടം ഉണ്ടാകുന്നു? ഇതിന് തൊട്ട് മുമ്പ് ഇടതുപക്ഷം വരുന്ന അവസാന ഘട്ടം വരെ ഈ പ്രശ്നമില്ലല്ലോ. ഈ ഡോക്ടർമാരും ഈ നഴ്സുമാരും തന്നെയാണ് 2016 മുമ്പുണ്ടായ ആൾക്കാരും. പെട്ടെന്ന് കുറച്ച് പേര് പൊട്ടിമുളച്ച് വന്നതാണോ? അതെന്ത് വാദമാണ്? എല്ലാ ഉദ്യോഗസ്ഥരെയും മോശമായി ചിത്രീകരിക്കലല്ലേ? നഴ്സുമാരും ഡോക്ടർമാരും അവരുടെ ജീവൻ തന്നെ ഇതിനു വേണ്ടി മാറ്റിവെച്ചുകൊണ്ടാണല്ലോ പലരും ഈ ഏത് ദുരന്തം കടന്നു വരുമ്പോഴും അവിടെയെല്ലാം ഇടപെട്ട് നിന്നത്. അത്തരം ആളുകളെല്ലാം മോശപ്പെടുത്തി. അങ്ങനെയാണോ? ഇതങ്ങനെയല്ല. ഇതൊരു കുത്തഴിഞ്ഞ നിലയിലേക്ക് ആരോഗ്യ മേഖല പോകുന്നു എന്നുള്ളതാണ്. ഇവരെ ഇടപെടാനും ഇടപെട്ട് അവിടെയെല്ലാം പ്രവർത്തനങ്ങൾ നടത്താനും കാര്യക്ഷമമായ ഇടപെടൽ നടത്തിക്കാനും ആരോഗ്യ മേഖലയിൽ ശ്രദ്ധിക്കാൻ ഈ ഗവൺമെൻറ്റിന് കഴിയുന്നില്ല. കുറച്ച് നാളുകളായെങ്കിലും നിങ്ങൾ നോക്കൂ, അവർക്ക് ആ നിലയിൽ കഴിയുന്നില്ല. ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ രാജേഷ് എന്ന് പറയുന്ന 52 വയസ്സുള്ള ആ പ്രായത്തിലുള്ള ഒരു മകനും ഭാര്യയുമാണുള്ളത് ആ കുടുംബത്തിൽ. അദ്ദേഹത്തിന് സുഖമില്ലാതായി ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയാണ്. ആശുപത്രിയിലേക്ക് കൊണ്ടുവന്ന കൂടെ ഉണ്ടായിരുന്ന ആൾ, ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ഗോപാലൻ എന്ന് പറയുന്നൊരു വ്യക്തിയാണ്. അയാൾ അദ്ദേഹം കോൺഗ്രസിൻ്റെ അനുഭാവിയാണ്. അങ്ങനെ പ്രാദേശിക കോൺഗ്രസ്സിലുള്ള ആളാണ്. കൊണ്ടുവന്ന് ആ രോഗിയെ അവിടെ കൊണ്ടുവരികയും കൊണ്ടുവന്നതിന് ശേഷം ആ രോഗിക്ക് വേണ്ട ചികിത്സ ലഭിക്കാതെ പോയി. എന്തുകൊണ്ടാണ് ലഭിക്കാതെ പോയത്? അവിടെയല്ലേ ചോദ്യം. എന്തുകൊണ്ടാണ് ലഭിക്കാതെ പോയത്? ഇതിനു മുമ്പ് തന്നെ ഒരു 1.5 ആഴ്ചയ്ക്ക് മുമ്പ് അവിടുത്തെ യുവജന പ്രസ്ഥാനങ്ങളിലെ DYFIയുടെ ഉൾപ്പെടെയുള്ള സഖാക്കൾ ആ ആശുപത്രിയിലെ സൂപ്രണ്ടിനെ നേരിൽ കണ്ടു. ഇവിടെ ഡോക്ടർമാരുടെ കുറവുണ്ട്. നിങ്ങൾ 2026 പിന്നെ ഇടതുപക്ഷ ഗവൺമെൻറ് ഉണ്ടായിരുന്ന സമയം വരെയും 6 മണി വരെ OP ഉണ്ട്. ആ 6 മണി വരെ OP നീട്ടാൻ വേണ്ടി കഴിയണം. ഇപ്പോൾ വെട്ടിച്ചുരുക്കി 1 മണി വരെ ആക്കിയിരിക്കുകയാണ്. സൂപ്രണ്ടിനെ കുറ്റം പറയാൻ കഴിയില്ല. സൂപ്രണ്ട് പറയുന്നത് നിലവിൽ ഡോക്ടർമാരെ എല്ലാം സ്ഥലം മാറ്റിയിരിക്കുകയാണ്. 7 ഡോക്ടർമാർ നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് ഇന്നത് ചുരുങ്ങി 3 മാറി. ഇതാണ് അവിടുത്തെ സ്ഥിതി. അപ്പോൾ ഡോക്ടർമാരെ എല്ലാം മാറ്റി. അതുകൊണ്ട് തന്നെ അവർ OP വെട്ടിച്ചുരുക്കി 1 മണിയാക്കി. വൈകുന്നേരം സ്വാഭാവികമായും കാഷ്വാലിറ്റിയിൽ അത്യാവശ്യമുള്ള കേസുകളാണ് പോകാറുള്ളത്. എന്നാൽ ഈ OPയിൽ പോകേണ്ട ആളുകൾ കൂടി കാഷ്വാലിറ്റിയിലേക്ക് പോവുകയാണ് 1 മണിക്ക് ശേഷം. ആ കാഷ്വാലിറ്റിയിലെ ആളുകളുടെ എണ്ണം കൂടി, രോഗികളുടെ എണ്ണം കൂടി. ഇങ്ങനെ അത്യാവശ്യപ്പെട്ട് വരുന്ന ആളുകൾക്ക് അവിടെ കാണിക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് മാറി. അവിടെ അതുമാത്രമല്ല നമ്മൾ കാണേണ്ടത്, കാഷ്വാലിറ്റിയിൽ NHMൻ്റെ ഡോക്ടർമാരുൾപ്പെടെ 3 പേരുണ്ടായിരുന്ന സ്ഥലമാണ്. ഇന്ന് ഒരാൾ മാത്രമാണ് അവിടെ ഉള്ളത്. ആ സമയത്ത് ഒരാളേ ഉള്ളൂ. ഈ ഡോക്ടർ എത്ര ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടി കഴിയും? അത്യാവശ്യപ്പെട്ട് വരുന്ന ആളുകളെ എങ്ങനെ സംരക്ഷിക്കപ്പെടും? അപ്പോൾ ഇതൊരു കുത്തഴിഞ്ഞ നിലയിലേക്ക് ഇവിടുത്തെ സംവിധാനത്തെ ആരോഗ്യ മേഖലയെ മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. അത് മാറ്റാൻ ഇവിടുത്തെ ഭരണാധികാരികളുടെ ഇടപെടലിൻ്റെ ഭാഗമായിട്ടല്ലേ? ഇത് മാത്രമല്ല,